നമസ്കാരം. മായി വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കറണ്ട് എനർജിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നോ അപ്പോൾ മുതൽ വാലിഡായി തുടങ്ങുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി, അതല്ലെങ്കിൽ വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് ഒന്നും വലിച്ച് റെസനേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. വളരെ കാമായിട്ടുള്ള കൂളായിട്ടുള്ള അന്തരീക്ഷത്തിലിരുന്ന് വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി നിങ്ങൾ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. ടാരോ ട്രേഡിങ് വിശ്വാസമുള്ളവർ മാത്രം കാണാൻ ശ്രമിക്കുക. യൂണിവേഴ്സുമായി വളരെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരുപാട് വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ ടാരോട്ട് കാർഡ് എന്ന് പറയുമ്പോൾ. അത് വളരെ സത്യമുള്ള കാർഡാണ്. അപ്പോൾ അത് വിശ്വാസത്തോടു കൂടി കാണുക. അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ്, എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. ഞാൻ എൻ്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പം ഞാനിതിനകത്തൂടെ നോക്കി നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ പറയാം. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പറയാവുന്നതാണ്. അപ്പം നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് മുഴുവൻ ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം. ഓക്കെ. ഇപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയേക്കുന്നൊരു സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇത് വന്നേക്കുന്നത് 2 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ട്, ഏത് പ്രശ്നവും ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പം എന്തൊരു പ്രശ്നവും രണ്ട് കയ്യിലും പെൻറ്റിക്കിൾസുമായിട്ട് ഒരു ബാലൻസ് ആക്കി നിൽക്കാനായിട്ട് അത് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഒരു കുടുംബം നിലനിന്ന് പോവാനും ആ ഒരു പ്രശ്നങ്ങൾ വലുതാവാതിരിക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് എല്ലാം പിടിച്ചടക്കി വെക്കുക എന്നുള്ളൊരു മനസ്സിനുടമയാണ്. എൻ്റെ മുമ്പിൽ എല്ലാവരും വന്ന് തലകുനിക്കണം, ഞാൻ ആർക്കും ഒന്നും വിട്ടുകൊടുക്കത്തില്ല, എനിക്ക് എല്ലാ രീതിയിലും ഉള്ള മുൻഗണന എനിക്ക് കിട്ടണം, ഞാനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, എൻ്റെ മുമ്പിൽ എല്ലാവരും വരണം എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് എനർജി ആയിട്ട് വന്നേക്കുന്നത്. നിങ്ങൾ വളരെ സത്യസന്ധതയോടും നീതിബോധത്തോടും കൂടി അവരെ സ്നേഹിച്ചിരുന്നു, അവരെ വിശ്വസിച്ചിരുന്നു, വളരെ നേരായ മാർഗത്തിൽ കൂടെ. പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ, നീതിബോധമില്ലാത്ത രീതിയിൽ, ഒരു നീതി നിങ്ങളോട് കാണിക്കാത്ത രീതിയിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. വിജയിച്ച് നിൽക്കുന്ന ഒരു പോരാളിയെ പോലെയാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ഒരു നീതിയും നിങ്ങൾക്ക് ഈ ജസ്റ്റിസ് നിങ്ങൾക്ക് നിഷേധിച്ചു. നിങ്ങളെ ഒരു വല്ലാത്ത രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ചു. എന്നിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുകയാണ് അവർ. നിങ്ങളുടെ സത്യസന്ധതയെ അവർ ചൂഷണം ചെയ്തു എന്ന് പറയുന്നതാവും സത്യം. നിങ്ങളെ എത്രത്തോളം, നിങ്ങളുടെ വിശ്വസ്തതയും നിങ്ങളുടെ സത്യസന്ധതയും അവർ ശരിക്കും ചൂഷണം ചെയ്തു. ഒരു നീതി നിഷേധിക്കുകയാണ് നിങ്ങളോട് ചെയ്തത്. തീർച്ചയായും സ്നേഹിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് നേടാവുന്നതെല്ലാം നേടിയെടുത്തുകൊണ്ട് ഒരു ചതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വലിയൊരു ടവർ സിറ്റുവേഷനാണ് നടന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ എല്ലാ രീതിയിലും താന്ന് നിൽക്കും, നിങ്ങളെല്ലാം ബാലൻസായിട്ട് കൊണ്ടുപോകും, ഇവർക്ക് ഒരു കുഴപ്പവും നിങ്ങൾ വരുത്തത്തില്ല എന്നുള്ളൊരു വിശ്വാസം, അത് നിങ്ങളെ സത്യസന്ധതയെ നിങ്ങളെ മുതലെടുത്തു, നല്ല രീതിയിൽ മുതലെടുത്ത് നിങ്ങളെ നല്ല രീതിയിൽ ചീറ്റ് ചെയ്തു. നിങ്ങളെ കയ്യിൽ നിന്ന് നേടിയെടുക്കാവുന്നതെല്ലാം അവർ നേടിയെടുത്തിട്ട് വലിയൊരു ചതിയും ആണ്, സഹിക്കാൻ പറ്റാത്ത ഒരു ചതിയാണ് നിങ്ങളോട് ചെയ്തത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ദ ടവർ സിറ്റുവേഷനാണ് ഇവിടെ വന്നേക്കുന്നത്. വലിയൊരു ചതിയുടെയും വഞ്ചനയുടെയും ഒരു എനർജിയാണ് ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. നിങ്ങളിൽ നിന്ന് എത്രത്തോളം അവർ നിങ്ങളെ സ്നേഹിച്ചു, വിശ്വസിച്ചു, നിങ്ങൾ അവരെ വിശ്വസിച്ചു.
അതിന് ഓപ്പോസിറ്റായിട്ടാണ് അവർ ഇവിടെ ചെയ്തിരിക്കുന്നത്. അവർ തിരിച്ച് നിങ്ങളെ ചതിച്ചിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞു, വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് അവർ പോയി കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് വിജയിച്ച പോരാളിയെ പോലെ അവർ നിൽക്കുകയാണ്. ഞാൻ വിജയിച്ചു, ഞാനാണ് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഒരു വിജയിച്ച ഒരു പോരാളിയെ പോലെ തന്നെയാണ് അവിടെയും നിൽക്കുന്നത്. പക്ഷേ ഇത്രയും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടും ഒരു കുറ്റബോധമോ ഒരു മനസാക്ഷി കുത്തോ അവർക്കില്ല എന്നുള്ളതാണ് സത്യം. അവർ ചെയ്തതാണ് ശരി എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം നേടിയെടുത്ത് അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കൂടെ പോയിട്ട് എന്ത് കാര്യം ഉണ്ടായി? അവർ വിജയിച്ചില്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് ധനനഷ്ടമാണ് ഉണ്ടായത്. അവർക്ക് എല്ലാ രീതിയിലുള്ള നഷ്ടവുമാണ് ഈ ഒരു കാർഡ് ഒരു ദാരിദ്ര്യത്തിൻ്റെ, ഒരു ധനനഷ്ടത്തിൻ്റെ, ഒരു മാനഹാനിയുടെ ഒക്കെ ഒരു കാർഡാണ്. പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് ഈ ഒരു ഇതിൽ കാണുന്നത്. അപ്പം ഈ നേടിക്കൊണ്ട് പോയതെല്ലാം ഇവിടെ പോയി എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ എന്നിട്ടും ഒരു മനസാക്ഷിക്കുത്തില്ല, ഒരു വിഷമം ഇവിടെ കാണുന്നില്ല. ചെയ്തത് തെറ്റായിപ്പോയി, ഞാൻ അവരോട് ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു മനസ്സ് അവർക്കിപ്പോഴും ഇല്ല. അവർ വിജയിച്ചതുപോലെ തന്നെ ഒരാളെ ചതിക്കുകയും പറ്റിക്കുകയും ചെയ്തിട്ട് ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ളൊരു രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഇപ്പോഴും ഒരു മനസാക്ഷി കുത്തില്ല. അവരവരുടെ കാര്യം നോക്കി പോവുകയാണ്. അവർ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്നൊരു വ്യക്തിയാണ്. അവരുടെ സന്തോഷം കണ്ടെത്തുന്നൊരു വ്യക്തിയാണ് അവർ നിങ്ങളിൽ നിന്ന് നേടാവുന്നതെല്ലാം നേടി അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് കൊണ്ടുപോയതെല്ലാം നഷ്ടത്തിലായി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ചെയ്തതെല്ലാം ഒരാളെ ചതിച്ചുകൊണ്ട്, ഇപ്പം ഒരാളെ ചട്ടനെ പൊട്ടൻ ചതിക്കുമ്പോൾ പൊട്ടനെ ദൈവം ചതിക്കുമെന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ, പക്ഷേ ഇപ്പോൾ കൊണ്ടുപോയതെല്ലാം ഒരു നഷ്ടത്തിലോട്ടാണ് കാണുന്നത്. അവർ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഇപ്പോൾ ബോട്ടമായിട്ട് കിട്ടിയേക്കുന്നതിലും അവർ എങ്ങോട്ടോ ഉള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അപ്പം ഈ ഒരു നഷ്ടമാണ് ഇവിടെ വന്നത്. അവരും ഇപ്പോൾ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. ഈ കൊണ്ടുപോയതെല്ലാം നഷ്ടപ്പെട്ടു. അപ്പം ചെയ്തതെല്ലാം അവർക്ക് തിരിച്ചടിയായി എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങളെ കയ്യിൽ നിന്ന് തിരിച്ചു പോയി തേർഡ് പാർട്ടി സിറ്റുവേഷനകത്തോട്ട് പോയി വിജയിച്ച പോരാളിയെ പോലെ നിൽക്കുകയാണ്. എന്നിട്ടും ഇപ്പോഴും കുറ്റബോധവും ഒന്നുമില്ല. നിങ്ങളിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം കിട്ടി. അവർ നിങ്ങളിൽ നിന്ന് പോയി. അവർ ആ ഒരു ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവിടെ പരാജയമാണ് ഇവിടെ കാണുന്നത്. അപ്പം അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങളെ ഇത്രയും വിഷമിപ്പിച്ച ഒരു സിറ്റുവേഷനിൽ നിന്നും അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പം അവർ നിങ്ങളിൽ നിന്ന് പോയിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. 5 of Cups ആണ് വന്നേക്കുന്നത്. സെക്കൻഡായിട്ട് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്. Two of Swords വന്നിട്ടുണ്ട്. ഓക്കെ, 9 of Swords വന്നിട്ടുണ്ട്. Nine of Cups വന്നിട്ടുണ്ട്. Five of Wands വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ, നിങ്ങളെ ചതിച്ചിട്ടും പറ്റിച്ചിട്ടും പോയ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് 5 of Cups ആണ്. ഇത് ഈ ഒരു എനർജി, അവരുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് തന്നെ നിരാശയാണ്. ആ ചെയ്തതിൻ്റെ ഒരു തിരിച്ചടി തന്നെയാണ് അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയതിൻ്റെ ഒരു ഫലമാണ്. ഇത് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്, ഇത് ഫൂൾ കാർഡും വന്നിട്ടുണ്ട്. അപ്പം ഇത് എല്ലാ പ്രതീക്ഷയും, ഈ ഒരു സാഹചര്യം, ഈ ഒരു എനർജി വെച്ച് ഇത് വായിക്കുമ്പോൾ
ഈ എല്ലാ പ്രതീക്ഷയും, സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷയുടെ കാർഡാണ്. പക്ഷേ ഈ ഒരു എനർജി വെച്ച് വായിക്കുമ്പോൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. ഒരു വിഡ്ഢിയാക്കപ്പെട്ടു. മറ്റുള്ളവർ നിങ്ങളെ അവർ എങ്ങനെ വിഡ്ഢിയാക്കിയോ അവരെ മറ്റുള്ളവർ വിഡ്ഢിയാക്കി എന്നുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കണ്ണ് കെട്ടിയ ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. 2 ഓഫ് സോൾസ് എന്ന് പറയുമ്പോൾ അവരുടെ മുമ്പിൽ ഓപ്ഷനുകളുണ്ട്, ഒരുപാട് ഓപ്ഷനുണ്ട്. ഏത് എടുക്കണം, ഏത് തിരഞ്ഞെടുക്കണം എന്ന് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. നിങ്ങളെ കണ്ണ് കെട്ടി അവർ വഞ്ചിച്ചില്ലേ, അതേപോലെ തന്നെ കണ്ണ് കെട്ടിയ ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സത്യം ഉറക്കമില്ല അവർക്ക്. കാരണം നിങ്ങൾ ഇതേപോലെ ഉറക്കമില്ലാതെ രാത്രികൾ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെ ഇരുന്നോ അതേ സാഹചര്യമാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 9 ഓഫ് സോൾസ് ആണ് വന്നേക്കുന്നത്. സമാധാനവും ഉറക്കവും ഒന്നുമില്ലാതെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. പക്ഷേ 9 ഓഫ് കപ്സ് പറയുന്നത് ഇതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. ഞാൻ ആദ്യമേ അവരുടെ എനർജി പറഞ്ഞല്ലോ, ഞാനാണ് വലുത് എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ അവർ ഒരു വിജയിച്ച മട്ടിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ എല്ലാം തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തൊടുന്നതെല്ലാം പ്രശ്നങ്ങളാണ്. അവർ തൊടുന്നതെല്ലാം നിങ്ങളുടെ കൂടെ നിന്നിരുന്നപ്പോൾ തൊടുന്നതെല്ലാം പൊന്നാക്കിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് തൊടുന്നതെല്ലാം പ്രശ്നങ്ങളാണ്. 5 ഓഫ് വാൻസ് പറയുന്ന പ്രശ്നങ്ങളിൽ കൂടെയാണ് അവർ പോകുന്നത്. എന്ത് കൈകൊണ്ട് തൊട്ടാലും അവിടെ പ്രശ്നങ്ങളാണ്. അത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളോട് ചെയ്ത ഒരു കർമ്മയാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ഉപ്പ് തിന്നവരെന്നായാലും വെള്ളം കുടിക്കും എന്നൊക്കെയുള്ള ഒരു ചൊല്ലെന്നൊക്കെ പറയുന്നത് സത്യമാണ്. നമ്മൾ ഒരിടത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായും വേറൊരിടത്തു നിന്ന് കിട്ടും എന്നുള്ളതാണ്. അവരുടെ കൂടെയുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു കാർഡ് കൂടെ എടുത്ത് നോക്കിയാൽ യെസ്, ദ ഡെവിൾ കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും ഒരു നല്ല ഒരു എനർജി അല്ല അവരുടെ കൂടെ ഉള്ളത് എന്നിവിടെ വ്യക്തമാകുന്നുണ്ട്. ഈ ഒരു കാർഡ് ഞാൻ എടുത്തതിൽ തീർച്ചയായും വ്യക്തമാകുന്ന ഒരു ഡെവിൾ കാർഡാണ്. ആ ഒരു ഡെവിളിൻ്റെ ഒരു നെഗറ്റിവിറ്റിയാണ് ഇവരിൽ ഇപ്പോൾ നിന്ന് പോകുന്നത്. കാരണം നല്ല ഒരു അന്തരീക്ഷത്തിൽ നിന്നും ഒരു ഡബിൾ എനർജിയിലോട്ടാണ് അവർ പോയേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത് എന്ന് തന്നെ ഇവിടെ പറയാം. അപ്പം തീർച്ചയായും അതുകൊണ്ടാണ് മറ്റൊരാളെ ചതിച്ചിട്ട് പോയ ഡബിൾ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നീതിബോധമില്ല, സത്യസന്ധതയില്ല, തെറ്റാണ് അവർ ചെയ്യുന്നത്. ഈ ഡബിൾസ് ചെയ്യുന്നതെല്ലാം തെറ്റാണ്. അപ്പം അത് മറ്റുള്ളവരിൽ കൂടെ പകർത്തുന്നതാണ് അവരുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത്, ഡബിൾസിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അല്ലേ. അവർ ചെയ്യുന്ന തെറ്റ് പ്രചരിപ്പിക്കുക, മറ്റുള്ളവരിലേക്കും അത് പ്രചരിപ്പിക്കുക എന്നതാണ് ഡബിൾസിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ഡബിൾസിൻ്റെ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒരു ഡബിൾ എനർജിയാണ് നമ്മളിലേക്കും എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സത്യം. അപ്പം ഒരു നല്ല ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വിളിച്ച് മേളിൽ കൂടെ പോകുന്നത് നമ്മൾ ഏണി കയറി വെച്ച് കൊണ്ടുപോകുന്നുള്ളൊരു സാഹചര്യം. അവർ ചെയ്യുന്നതിൻ്റെ ഫലമാണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അവർ എന്താണ് ചെയ്തത് അതിന് തിരിച്ചവർക്ക് കിട്ടുന്നുമുണ്ട്, ഇതിനപ്പുറത്തോട്ട് കിട്ടുകയും ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരു ഡബിൾ എനർജിയാണ് ഇവിടെ വന്നേക്കുന്നത്. ആ ഡബിൾ എനർജി അവർ കൂടെ ഉള്ളിടത്തോളം കാലം അവർ തൊടുന്നതെല്ലാം പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഏഞ്ചൽസ് കാർഡും കൂടെ നോക്കാം. ഏഞ്ചൽസിന് എന്താണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഏഞ്ചൽസ് കാർഡ് എടുത്തേക്കാണ്. ഏഞ്ചൽസിന് എന്താണ് ഈ ചതിയുടെയും ഈ ഒരു കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്, ഇതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് നമുക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാം. പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ്. ആസ്ക് ഫ്രം ഹെൽപ്പ് അതേഴ്സ് എന്നാണ് പറയുന്നത്. അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും സഹായത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെങ്കിലും സഹായം തേടാം എന്നാണ് ഏഞ്ചൽസിൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ ആരെങ്കിലും സഹായം തേടാം എന്ന് ഏഞ്ചൽസ് പറയുന്നുണ്ട്. അപ്പം അപ്പോൾ ഒരു പരിഹാരം ഉണ്ടാവുമെന്നാണ്
യു ആർ റെഡി എന്നാണ് പറയുന്നത്. നിങ്ങൾ റെഡി ആയിക്കോളൂ, നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ടൊരു സഹായം നിങ്ങൾ തേടിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം റെഡിയാകും എന്നാണ് ഏഞ്ചൽസ് കാർഡിന് പറയാനുള്ളത്. നിങ്ങളുടെ ഇപ്പം പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏഞ്ചൽസ് പറയുന്നത് ആരെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും എന്ന് തോന്നിക്കുന്ന ആരെങ്കിലോടും ഒരു സഹായം നിങ്ങൾ ചോദിക്കുക. അപ്പം ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും. യു ആർ റെഡി. അപ്പം ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഏഞ്ചൽസിൻ്റെ മറുപടിയായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഷഫിൾ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ സ്റ്റാർ, നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്പേഴ്സ് അങ്ങനെയൊക്കെ വരാം. അപ്പോൾ നമുക്കിത് ഏതാന്ന് നോക്കാം. ഫസ്റ്റ് മകം വന്നിട്ടുണ്ട്, പൂരാടം വന്നിട്ടുണ്ട്, നമ്പർ 2 വന്നിട്ടുണ്ട്, ആയില്യം നക്ഷത്രം വന്നിട്ടുണ്ട്, നമ്പർ 5 വന്നിട്ടുണ്ട്, നമ്പർ 21 വന്നിട്ടുണ്ട്, തൃക്കേട്ട നക്ഷത്രം വന്നിട്ടുണ്ട്, ചതയം നക്ഷത്രം വന്നിട്ടുണ്ട്, 11 വന്നിട്ടുണ്ട്, നമ്പർ 11, പാലക്കാട് എന്ന സ്ഥലം വന്നിട്ടുണ്ട്, 1980 വന്നിട്ടുണ്ട്, 19 വന്നിട്ടുണ്ട്, കാർത്തിക നക്ഷത്രം വന്നിട്ടുണ്ട്, കൊല്ലം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്, വൈക്കം എന്ന സ്ഥലം വന്നിട്ടുണ്ട്, 1985, ഉത്രട്ടാതി നക്ഷത്രം 1, നമ്പർ 1, ലെറ്റർ എ, 31, ചോതി എന്ന നക്ഷത്രം വന്നിട്ടുണ്ട്, അതർ കൺട്രീസ് വന്നിട്ടുണ്ട്, എറണാകുളം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്, നമ്പർ 2 വന്നിട്ടുണ്ട്, ചിത്തിര നക്ഷത്രം വന്നിട്ടുണ്ട്, 1990 വന്നിട്ടുണ്ട്, കോഴിക്കോട് വന്നിട്ടുണ്ട്, അപ്പം ഭരണി നക്ഷത്രവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ലൂ ആയിട്ട് എനിക്ക് കിട്ടിയത്.